നാളെ ജൂലൈ 9 ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിത്ത് അങ്കണവാടിയോടൊപ്പം തന്നെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 9 വ്യാഴാഴ്ച. എന്നാൽ വയനാട് ജില്ലയിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരന്തരമായിട്ട് മഴ തുടരുന്ന സാഹചര്യത്തിലൊക്കെ അവിടെയും ആ ജില്ലയിലും അവധി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അടുത്ത ദിവസങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നും അപകടങ്ങളെയും ദുരന്തങ്ങളും ഒഴിവാക്കാനായിട്ടാണ് ജില്ലയിലെ സ്കൂളുകൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും ഈവൻ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി പരീക്ഷകളും അതോടൊപ്പം തന്നെ PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാറ്റമില്ലാതെ നടക്കുന്നതാണ്. നിലവിൽ റെഡ് അലേർട്ടുകൾ തുടരുന്ന ജില്ലകൾക്കൊക്കെ നാളെ അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഓറഞ്ച് അലേർട്ട് തുടരുന്ന ജില്ലകൾക്കും അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സൗത്ത് ഭാഗത്തേക്ക് മഴ ശക്തമായിട്ടൊന്നും ഇല്ലെങ്കിലും മലബാർ മേഖലകളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ചയിലേക്കുമൊക്കെ അവധി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ അവധികളെല്ലാം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഓഗസ്റ്റ് 13 ഓണപ്പരീക്ഷ വരുന്നത് കൊണ്ട് തന്നെ എല്ലാ അവധികളും ഒരിക്കലും ഒരു ആഹ്ലാദകരമായ സമയത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. സോ വീണ്ടും കാണാൻ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.